വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമായ പത്മിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി സുചിത്ര ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. താരത്തിന്റെ ആദ്യ പരമ്പര കൂടിയായിരുന്നു വാനമ്പാടി. വില്ലത്തി കഥാപാത്രത്തെ ആയിരുന്നു നടി പരമ്പരയിൽ അവതരിപ്പിച്ചത് എന്നുണ്ടെങ്കിലും നായിക കഥാപാത്രം കൂടെയായിരുന്നു അത്. എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് പത്മിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സുചിത്ര നായർക്ക് സാധിച്ചു. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 4ലേക്കും താരം എത്തുകയായിരുന്നു. അവിടെ വെച്ച് മികച്ച പ്രകടനമായിരുന്നു പത്മിനി എന്ന സുചിത്ര കാഴ്ചവെച്ചത്. അതിലൂടെയും ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സുചിത്ര സ്വന്തമാക്കിയത്. ബിഗ് ബോസിന് ശേഷം കാര്യമായ അഭിനയങ്ങളൊന്നും തന്നെ നടിയെ തേടിയെത്തിയിരുന്നില്ല. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് മോഹൻലാലിന്റെ വാലിബൻ എന്ന സിനിമയിലേക്ക് ഒരവസരം നടിക്ക് ലഭിച്ചത്. സുചിത്രയുടെ ആദ്യ സിനിമ കൂടെയായിരുന്നു മലൈക്കോട്ടൈ വാലിബൻ. അതും മോഹൻലാലിന്റെ പ്രധാന നായികമാരിൽ ഒരാളായിട്ടായിരുന്നു സുചിത്ര സിനിമയിൽ വേഷം അണിഞ്ഞത്. സുചിത്ര തന്റെ വ്യക്തി ജീവിതമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. സുചിത്രയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. താരത്തിന്റെ വിവാഹ വാർത്തകളും പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെയും വ്യാജ വാർത്തയായിരുന്നു. ഇപ്പോൾ ഇത് ആദ്യമായി തന്റെ വിവാഹത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് നടി സുചിത്ര. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ തീർച്ചയായിട്ടും വിവാഹം കഴിക്കും. എന്നാൽ എന്റെ സങ്കല്പത്തിനും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ വന്നാൽ മാത്രമേ ഞാൻ അയാളെ വിവാഹം കഴിക്കുകയുള്ളൂ. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അയാൾക്ക് വേണ്ടി ഞാൻ എന്റെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചിരുന്നു. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ സ്വതന്ത്രത്തോടെ നടക്കാനോ ഒന്നും കഴിയാത്ത ഒരാൾക്കൊപ്പമായിരുന്നു ഞാൻ ഇതുവരെ ആ ബന്ധത്തിൽ നിന്നത്. ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നല്ലൊരു വ്യക്തി, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ പ്രൊഫഷനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നായിരുന്നു സുചിത്രയുടെ വാക്കുകൾ. നിരവധി പേരാണ് സുചിത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 4ലൂടെയാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയത്. അതിനു മുൻപ് തന്നെ വാനമ്പാടി എന്ന പരമ്പരയിലെ പത്മിനി എന്ന നായിക കഥാപാത്രത്തെയായിരുന്നു സുചിത്ര അവതരിപ്പിച്ചത്. എങ്കിലും പരമ്പരയിലെ വില്ലത്തി കഥാപാത്രം കൂടെയായിരുന്നു പത്മിനി എന്നുള്ളത്. കേരളീയ സൗന്ദര്യത്തിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് സുചിത്ര. സുചിത്ര സാരി ഉടുത്ത് എത്തുമ്പോഴാണ് ആരാധകർക്ക് എല്ലാവർക്കും സുചിത്രയെ ഏറെ ഇഷ്ടം. അത്രയ്ക്കും കേരളീയ സൗന്ദര്യത്തിന്റെ ഉദാഹരണമായ സുചിത്രയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. നിങ്ങൾക്ക് സുചിത്രയെ ഇഷ്ടമാണോ? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.